നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. സുരേഷ് ഗോപിയുമായുള്ള ബന്ധം വിവാദമായ പശ്ചാത്തലത്തിൽ മേയർ എം.കെ. വർഗീസിന് താക്കീത് നൽകി CPM. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി M.M. വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി. തൃശൂരിന്റെ MP-യാകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് M.K. വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വ്യക്തമാക്കിയിരുന്നു. CPIയുടെ പരാതിയെ തുടർന്നാണ് CPM-ന്റെ നടപടി. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് CNG വിതരണ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് ലിമിറ്റഡിന്റെ പമ്പുകളിലേക്ക് CNG ഇന്ധനം വിതരണം ചെയ്യുന്ന 48ഓളം ടാങ്കർ ഡ്രൈവർമാരാണ് പണിമുടക്കിയത്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 20ഓളം പമ്പുകളിലേക്കുള്ള CNG വിതരണം ഇതോടെ പ്രതിസന്ധിയിൽ. തൃശൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. പിടിയിലായത് എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കർ. വനിതാ ഡോക്ടറുടെ പരാതിയെ തുടർന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ നടപടി. വാർത്തകൾ വിശദമായി. സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിൽ മേയർ M.K. വർഗീസിനെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു. CPIയുടെ പരാതിയെ തുടർന്നാണ് നടപടി. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി M.M. വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി. തൃശൂരിന്റെ MP-യാകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് M.K. വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വിലയിരുത്തൽ. വിജയത്തിനുശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും CPIക്ക് അതൃപ്തിയുണ്ട്. ഇതോടെ CPIM ജില്ലാ സെക്രട്ടറി M.M. വർഗീസിനെ നേരിൽ കണ്ട് CPI ജില്ലാ സെക്രട്ടറി K.K. വത്സരാജ് അതൃപ്തി അറിയിച്ചു. അല്ല, സുരേഷ് അദ്ദേഹം അത്തരം ഒരു മുഹൂർത്തങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെ LDF പിന്തുണയ്ക്കുന്ന ഒരു മേയർ അങ്ങനെ ഒരു പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെയും അഭിപ്രായം. അല്ല, മേയറുടെ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മേയറുടെ ഒരു അംഗത്വത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോർപ്പറേഷൻ ഭരണം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികൾ കോർപ്പറേഷൻ ഭരണത്തിനകത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. LDF പിന്തുണയ്ക്കുന്ന ഒരു മേയറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി കരുതലും സത്യം വേണ്ടതാണ് എന്ന അഭിപ്രായം ഞങ്ങൾ. പിന്നാലെ മേയർ M.K. വർഗീസിനെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണെന്നും എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും M.K. വർഗീസ് വിശദീകരിച്ചു. വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തരാകാതിരുന്ന CPIM നേതൃത്വം ജാഗ്രത വേണമെന്ന താക്കീത് M.K. വർഗീസിന് നൽകി. ഇതിനു പിന്നാലെയാണ് മേയർ M.K. വർഗീസ് വാർത്താ സമ്മേളനം വിളിച്ചത്. സുരേഷ് ഗോപിയുമായി മേയർ MP ബന്ധം മാത്രമാണെന്നും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും മേയർ വ്യക്തമാക്കി. ഞാനിപ്പോൾ ഇടതുപക്ഷമാണ്, CPM-ൻ്റെ ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത്. അത് LDF-ൻ്റെ ഭാഗമാണ്, മുഖ്യ കക്ഷിയാണ്. അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത്. അപ്പോൾ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ ബോധത്തോടു കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല, അത് ഭൂഷണമല്ല. നമുക്ക് വികസനത്തിന് എതിരായി വരരുത്. നാട് നന്നാവണം, തൃശ്ശൂർ നന്നാവണമെങ്കിൽ അതിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ പത്രത്തിൽ നമ്മൾ എല്ലാം വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. എന്നാൽ 17, 18 തീയതികളിൽ ചേരുന്ന CPI ജില്ലാ നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് CNG വിതരണ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 20ഓളം പമ്പുകളിലേക്കുള്ള CNG വിതരണം ഇതോടെ പ്രതിസന്ധിയിലായി. ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് ലിമിറ്റഡിന്റെ പമ്പുകളിലേക്ക് CNG ഇന്ധനം വിതരണം ചെയ്യുന്ന 48 ടാങ്കർ ഡ്രൈവർമാരാണ് ഇന്നലെ വൈകിട്ട് മുതൽ പണിമുടക്ക് ആരംഭിച്ചത്. വിതരണം പുനരാരംഭിച്ചില്ലെങ്കിൽ ഇരു ജില്ലകളിലെയും സ്വകാര്യ ബസ് അടക്കമുള്ള വാഹനങ്ങളുടെ സർവീസിനെ ബാധിക്കും. ഇന്ത്യൻ ഓയിൽ, അദാനി കമ്പനിയിൽ നിന്ന് സബ് കോൺട്രാക്ട് എടുത്തവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഡ്രൈവർമാർ ചേർന്ന് സംഘടന രൂപീകരിച്ച് 19 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമെന്ന നിലയിലാണ് മെയിലെ ശമ്പളം നൽകാത്തതെന്ന് പണിമുടക്കുന്ന ഡ്രൈവർമാർ ആരോപിക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് വരെ ശമ്പളം ലഭിക്കാതെ വന്നതോടെ പണിമുടക്കുമെന്ന് അറിയിച്ചപ്പോൾ 5000 രൂപ മാത്രം നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ഇരു ജില്ലകളിലെയും ഡ്രൈവർമാർ CNG വിതരണം നിർത്തിയത്. നിലവിൽ വാളയാർ, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് ടാങ്കറിൽ ഇന്ധനം നിറയ്ക്കുന്നത്. ഇതു പിന്നീട് ഇരു ജില്ലകളിലെയും പമ്പുകളിലെത്തിക്കും. 400 കിലോയാണ് ഒരു ടാങ്കറിൽ നിറയ്ക്കുന്നത്. ശമ്പളം ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ ഇന്നലെ വൈകിട്ട് മുതൽ ലോഡ് എടുത്തിട്ടില്ല. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ
ബുധനാഴ്ച CNG പമ്പുകളുടെ പ്രവർത്തനം മുടങ്ങും. CNG ഇന്ധനം ഉപയോഗിക്കുന്ന നിരവധി സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും ഇരു ജില്ലകളിലുമായി സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളെയും ഇന്ധനക്ഷാമം ബാധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സൗഹൃദം സ്ഥാപിച്ച വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കറിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്നാണ് ഇയാൾ 7.61 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും തട്ടിയെടുത്തത്. പ്രതിയോടൊപ്പമുള്ള പരാതിക്കാരിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇതോടെ വനിതാ ഡോക്ടർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2023 ജനുവരി 14 മുതൽ 2023 ഡിസംബർ 30 വരെയുള്ള കാലയളവിലാണ് പ്രതി പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് അധ്യക്ഷനായി. കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി, വിവിധ ന്യൂനപക്ഷ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 29 പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സെമിനാറിൽ 500 ന്യൂനപക്ഷ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ബേബി മാത്യു ചെയർമാനും M സുലൈമാൻ ജനറൽ കൺവീനറുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബാങ്ക് അപ്രൈസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പാലക്കാട് ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ സമരം CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ദാരിദ്ര്യം നിത്യേന ജീവിത ദുരിതമാക്കുന്ന സാഹചര്യത്തിലാണ് കേരള ബാങ്ക് അധികൃതർ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതെന്നും മിനിമം വേതനമെന്ന സർക്കാർ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് അധികൃതരുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ M ഹംസ പറഞ്ഞു. കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പുനഃസ്ഥാപിക്കുക, സ്ഥിരവേതനം 15,000 രൂപയാക്കുക, സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനുള്ള പലിശ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അപ്രൈസേഴ്സ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചത്. അതെല്ലാം ആദ്യം വഴി എല്ലാം നടക്കുന്നില്ലേ? ഇപ്പോഴും നടന്നു പോകുന്നില്ലേ? ഇപ്പോഴും കേരള ബാങ്കിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മാർച്ച് മാസം 31 ആകുമ്പോൾ മാർച്ച് മാസം 31 മുമ്പ് ഒരു NPA മാനേജ്മെന്റിന് വേണ്ടി പലരും ലോൺ ക്ലോസ് ചെയ്യാറുണ്ട്. എന്നിട്ട് പുതിയ വായ്പ എടുക്കാറുണ്ട്. ആ വായ്പ എടുക്കുമ്പോൾ എല്ലാം പുതിയതായുള്ള നടപടിക്രമം തന്നെയാണ് പാലിക്കാറുള്ളത്. ബോർഡ് പാസ്സാക്കണം, മറ്റേ വാല്യുവേഷൻ നോക്കണം, ലീഗൽ ഒപ്പീനിയൻ നോക്കണം. അതിനെല്ലാം ഒരു പുതിയ ലോൺ എന്ന നിലയിൽ കണക്കാക്കി അതിനെല്ലാമുള്ള സർവീസ് ചാർജ് കേരള ബാങ്ക് വാങ്ങുന്നുണ്ട്. നിങ്ങളൊരു പുതിയ ലോൺ എടുക്കുമ്പോൾ അത് അപ്രൈസ് ചെയ്യുമ്പോൾ ഒരു പുതിയ ലോൺ എന്ന നിലക്ക് അതിനും സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട്. ആ സർവീസ് ചാർജ് വാങ്ങുമ്പോൾ നിങ്ങളുടെ സർവീസ് ചാർജ് എന്തിനാ കട്ട് ചെയ്യുന്നത്? ജില്ലാ പ്രസിഡന്റ് EV സേതുമാധവൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി A രാമദാസ്, AP സുന്ദരരാജ്, P ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ലോറി ആക്രമിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ഷോളയാർ പെൻ സ്റ്റോക്ക് പൈപ്പിന് സമീപമാണ് സംഭവം. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയെയാണ് കാട്ടാന ആക്രമിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു ആക്രമണം. ഡ്രൈവർ ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയുടെ ആക്രമണത്തിൽ ലോറിയുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പിണറായി സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലടക്കം നടത്തുന്ന താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റി. ഇതുവരെ നടത്തിയ 30,737 നിയമനങ്ങൾ റദ്ദ് ചെയ്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനങ്ങൾ നടത്തണമെന്നും കമ്മിറ്റി പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതുവരെ നടത്തിയ 10 ലക്ഷത്തിലധികം പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. കേരളത്തിലെ ആദിവാസി കുട്ടികൾക്കായി 6 ട്രൈബൽ ഹോസ്റ്റൽ നിർമ്മാണത്തിന് കേന്ദ്രം അനുവദിച്ച 27.10 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലം അട്ടിമറിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും പട്ടികജാതി പട്ടികവർഗ കോർഡിനേറ്റർ കമ്മിറ്റി ജില്ലാ ചെയർമാൻ K മായാണ്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംവരണ വിഭാഗങ്ങളെ അവഗണിച്ച് 30,737 പിൻവാതിൽ താൽക്കാലിക നിയമനങ്ങളാണ് സർക്കാർ നടത്തിയത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സംവരണത്തിൻ്റെ വലിയൊരു ഭാഗം ഇതിലൂടെ അട്ടിമറിക്കപ്പെടുകയാണ്.
ഇതിനാൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ കേന്ദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കെ മായാണ്ടി പറഞ്ഞു. പിണറായി സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലടക്കം നടത്തുന്ന താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കണം. ഇതുവരെ നടത്തിയ 30,737 നിയമനങ്ങൾ റദ്ദ് ചെയ്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നിയമനം നടത്തണം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായ സമരങ്ങളാണ് നടത്തി വരുന്നത്. കാരണം ഈ പട്ടികജാതി ഈ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ സർക്കാർ നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ 30,737 പേരെ നിയമിച്ചത് റദ്ദ് ചെയ്ത് സംവരണം പാലിച്ചുകൊണ്ട് ഇത്രയും പേരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്നതിന് വരെ ശക്തമായിട്ടുള്ള സമരം നടത്തും. പാലക്കാടും ഉണ്ടാവും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായിട്ടുള്ള സമരം ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ രാജൻ പുലിക്കോട്, രാധാകൃഷ്ണൻ, കാർത്തികേയൻ മംഗലം, TP കനകദാസ്, ഹരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നഗരസഭയുടെ നാട്ടുചന്ത പദ്ധതിക്കായി നിർമ്മിച്ച ഷെഡുകൾ നശിക്കുന്നു. ഇതിലൂടെ ലക്ഷങ്ങളാണ് ആർക്കും ഉപയോഗമില്ലാതെ പാഴാകുന്നത്. നഗരസഭ ഉപേക്ഷിച്ച ഷെഡുകൾ ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുകയാണ്. പഴയകാലത്ത് സജീവമായിരുന്ന നാട്ടുചന്തകൾ വീണ്ടും ആരംഭിക്കണമെന്ന ലക്ഷ്യത്തിലാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ 2019-20 കാലഘട്ടത്തിൽ പദ്ധതി ആവിഷ്കരിച്ചത്. കച്ചവടക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ വിപണനം നടത്താനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പു ഷെഡുകളാണ് അധികൃതരുടെ ശ്രദ്ധക്കുറവ് കാരണം നശിക്കുന്നത്. 25ലധികം ഷെഡുകൾ നിർമ്മിച്ചിരുന്നു. വഴിയോര കച്ചവടക്കാർക്കും ആഴ്ച ചന്തയ്ക്കും പ്രയോജനകരമാകുന്ന വിധമായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ പല കാരണങ്ങളാൽ പദ്ധതി വിജയിച്ചില്ല. ഇതോടെ ഷെഡുകൾ ഉപകാരമില്ലാതെയായി. ഇരുമ്പു പൈപ്പുകൾ കൊണ്ടുള്ള ഫ്രെയിമിൽ ഷീറ്റുകൾ മേഞ്ഞ ഷെഡുകൾ ഇപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ ഫിഷ് മാർക്കറ്റിന് സമീപത്തെ പറമ്പിൽ കിടന്നു നശിക്കുകയാണ്. ഇതിൽ ചിലത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതും നാശത്തിൻ്റെ വക്കിലാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ഷെഡുകൾ കൂടുതൽ നശിക്കുന്നതിന് മുൻപ് നിലവിലെ നഗരസഭാധികൃതർ ഇടപെട്ട് ഭിന്നശേഷിക്കാർക്ക് കച്ചവടം നടത്താനുള്ള ബങ്കുകളായോ മാലിന്യ ശേഖരണത്തിനുള്ള മിനി MCFകളായോ മാറ്റി ജനോപകാരപ്രദമാക്കി പദ്ധതികൾ നടപ്പാക്കണമെന്ന് പൊതുപ്രവർത്തകൻ MK മുസ്താഖ് ആവശ്യപ്പെട്ടു. നിലവിൽ പറമ്പിൽ അനാഥമായി കിടക്കുന്ന ഈ ഷെഡുകൾ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമാകുകയാണ്. രാത്രികാലങ്ങളിൽ മദ്യപാനം ഉൾപ്പെടെയുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. അനാഥമായി കിടക്കുന്ന ഷെഡുകൾ ഇവിടെ നിന്ന് മാറ്റുകയോ സംരക്ഷിക്കുകയോ വേണമെന്നാണ് ആവശ്യമുയരുന്നത്. കച്ചവടക്കാരും അതുപോലെ തന്നെ ജനങ്ങളും ഒരു പരിധിവരെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അന്നത നിലച്ചുപോയത്. പിന്നീട് വന്ന ഭരണസമിതി ഈ സംവിധാനങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ആ സംവിധാനങ്ങളൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഭരണസമിതി ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ ആക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ മിനി MCF ആക്കി ഇതിനെ പുനരുപയോഗം വരുത്തുകയോ ചെയ്താൽ ഈ ലക്ഷക്കണക്കിന് രൂപ നശിച്ചു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയും അതുവഴി ആ കാര്യങ്ങളൊക്കെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സിവിൽ സർവീസ് ജോലിയിൽ കയറിയിട്ടും 6 മാസമായി ശമ്പളമില്ലെന്ന പരാതി കൽപ്പാത്തി സ്വദേശിയായ ശ്രീറാം വിജയകുമാറാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ആദ്യമായി പേരിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടിയാണ് ശമ്പളം വൈകിക്കുന്നതിന് കാരണമായതെന്ന് അധികൃതർ പറഞ്ഞതായി ശ്രീറാം വിജയകുമാർ പറഞ്ഞു. ഇതിനെ തുടർന്ന് ഡിപ്പാർട്ട്മെന്റുമായുള്ള തർക്കങ്ങൾക്കൊടുവിൽ കുറച്ചു മാസങ്ങളുടെ ശമ്പളം ലഭിച്ചു. ചെന്നൈയിൽ നിന്ന് വിശാഖപട്ടണത്തിലേക്ക് ട്രാൻസ്ഫർ നൽകി. അതിനുശേഷം 6 മാസത്തോളം ശമ്പളം ഇതുവരെ നൽകിയിട്ടില്ലെന്നും ശ്രീറാം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശമ്പളം നിലച്ചതിനാൽ വലിയ സാമ്പത്തിക പ്രശ്നമാണ് കുടുംബം അനുഭവിക്കുന്നത്. ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഇന്നുള്ളതെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എടുത്തു മാറ്റി കഴിഞ്ഞു. ഇപ്പോഴും അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ ഇന്നും നാളെ പറയുന്നത് ക്ലിയർ കട്ടായിട്ട് ആൻസർ ഇല്ല. നാളെ മറ്റന്നാളെ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് ശരിയാവും. വേറെ എന്തെങ്കിലും പ്രോബ്ലം ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം ശരിയായെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് മറ്റൊരു റീസൺ എന്തെങ്കിലും ഒരു ചെറിയ റീസൺ പറഞ്ഞാൽ അതിനൂടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാവുന്ന രീതിയിൽ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വർക്കിംഗ് ഡേ തീരും. എഗെയിൻ അനദർ ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാസങ്ങളോളം ഇങ്ങനെ മുടങ്ങുന്നതുകൊണ്ട് നമ്മുടെ ഡെയിലി ഡേ ലൈഫ് എന്നുള്ളതിന് എൻ്റെ സ്ട്രക്കായി നിൽക്കണം. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പ്രസന്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
സുരേഷ് ഗോപിയുമായുള്ള ബന്ധം വിവാദമായ പശ്ചാത്തലത്തിൽ മേയർ MK വർഗീസിന് താക്കീത് നൽകി CPM. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി. തൃശൂരിന്റെ MP-യാകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വ്യക്തമാക്കിയിരുന്നു. CPIയുടെ പരാതിയെ തുടർന്നാണ് CPM-ന്റെ നടപടി. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് CNG വിതരണ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് ലിമിറ്റഡിന്റെ പമ്പുകളിലേക്ക് CNG ഇന്ധനം വിതരണം ചെയ്യുന്ന 48ഓളം ടാങ്കർ ഡ്രൈവർമാരാണ് പണിമുടക്കിയത്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 20ഓളം പമ്പുകളിലേക്കുള്ള CNG വിതരണം ഇതോടെ പ്രതിസന്ധിയിൽ. തൃശൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. പിടിയിലായത് എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കർ. വനിതാ ഡോക്ടറുടെ പരാതിയെ തുടർന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ നടപടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.